താൻ ബുദ്ധിമുട്ടണ്ട. ഞാൻ തോമസ് ഡോക്ടറെ കൊണ്ട് ഡിസ്ചാർജ് ചെയ്യിച്ചു അയാളെ. റെക്കോർഡ് ക്ലീൻ. ആ, അവൻ അറിയാഞ്ഞിട്ടല്ലേ. ആ വേലായുധനെ ചില ഉപകാരത്തിനൊക്കെ പറ്റി ഒരുത്തനാ. കുറച്ച് പോക്കറ്റിനൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ചിലരും വേണമല്ലോ നമുക്ക് ഈ ഭാഗത്ത്. അച്ഛാ, റിക്കാർഡ് എഴുതരുതെന്ന് പറഞ്ഞിട്ടും ഇവൻ രജിസ്റ്ററിൽ എഴുതി. അതിന് വെറും ധിക്കാരമെന്ന് പറയാനുള്ളൂ. ധിക്കാരമല്ല, നിയമം, സാമാന്യ നിയമം. ഇവിടെ നിയമം ഞങ്ങളാ. ഞങ്ങൾ നിശ്ചയിക്കുന്നതിനപ്പുറം ഒരു നിയമവും ഇല്ല, അറിയോ? ആ, പറഞ്ഞത് വലുതാക്കണ്ട. ആ, വേലായുധം വന്നല്ലോ. എന്തിനാടാ കുഴപ്പത്തിനൊക്കെ പോണേ? എന്റെ മുറിയിൽ ചെറിയ റിപ്പയർ. തൽക്കാലം ദാസേട്ടന്റെ റൂം കയ്യേറിയതാണ്. ആ, ഇത് കണ്ടോ? ഈ വാച്ച് നന്നായിട്ടില്ലേ? എന്തു കൊടുക്കാം? ഗോപി അവൻ പറ്റിച്ചോന്നറിയണമല്ലോ. എന്തുണ്ടാവും ശരിക്കുള്ള വില? എനിക്കറിയില്ല. നിനക്ക് കഴിക്കാൻ വെക്കട്ടെ? വിളിച്ചാർക്കുമ്പോഴൊക്കെ നീ ഇതിനകത്തിരിക്കുകയായിരുന്നു അല്ലേ? രാമൻകുട്ടി ഇല്ലാത്ത ദിവസം എന്നറിയാം. അടുക്കളയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുക. ഓ, ഞാൻ വരാലോ. വിളമ്പാനൊന്നും പ്രയാസമില്ല. അടുക്കളപ്പണി വയ്യാന്നേ ഉള്ളൂ. ചിലപ്പോ പെണ്ണിന്റെ ഓരോ... എന്താ ആശുപത്രിയിൽ വല്ല കുഴപ്പവും? ഗോപി എന്തോ പറഞ്ഞു? ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. ഞാനൊരു ചെറിയ വീട് വാടകയ്ക്ക് എടുത്താലോ? എന്തിന്? ഇവിടെ എന്താ സ്വാധീനം? ഒന്നും ഉണ്ടായിട്ടല്ല, പക്ഷേ എന്റെ ഇഷ്ട. ഞാൻ ആദ്യം പേടിച്ചു. ഞാൻ അച്ഛന്റെ പേര് കേട്ടപ്പോ പോലീസുകാരന്റെ ചാട്ടവും കളിയിൽ നിന്നു. ആ, ശാരദേച്ചി, ഇവിടെ കുറച്ച് ചോറുമ്പോ. പിന്നെ ഗോപി, ഞാന് ആ, ഡോക്ടർ സാർ വന്നോ? ഈ സണ്ണിക്ക് എപ്പോഴും നല്ല വിശപ്പാ. അതിന് വല്ല മരുന്നും കൊടുക്കാനുണ്ട് ഡോക്ടറുടെ കയ്യിൽ? നീ ഇപ്പൊ ഇരിക്കണോ? കഴിയട്ടെ, പിന്നെ മതി.